ബ്രഹ്മഗുപ്തൻ AD 598 670 AD 598 670 കാലഘട്ടത്താണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. ഇവർ കണക്കിനെ കളിപ്പാവാക്കിയ മനുഷ്യരാണ്. നമുക്ക് കണക്കെന്ന് പറഞ്ഞാൽ അല്പം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷേ ഇവർ കണക്കിൽ നിന്നും പുതിയ പുതിയ പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഗണിതശാസ്ത്രജ്ഞനാണ്. സ്ഥാനവില സമ്പ്രദായം ഉറപ്പിച്ചതും 1, 2, 3 എന്നിവയെ പോലെ തന്നെ സംഖ്യയായി പൂജ്യത്തെ കണക്കാക്കിയതും ഇദ്ദേഹമാണെന്ന് പറയാം. 0 ഏതു സംഖ്യയിൽ നിന്നും അതേ സംഖ്യ കുറച്ചാൽ നമുക്ക് 0 കിട്ടുന്നത്. നോക്കൂ, 7 - 7 0, 100 - 100 0. അപ്പോൾ ഏത് സംഖ്യയിൽ നിന്നും അതേ സംഖ്യ കുറച്ചാൽ നമുക്ക് 0 കിട്ടുന്നത്. അതേപോലെ തന്നെ പക്ഷേ ഒരു സംഖ്യയിൽ നിന്നും 0 കുറയ്ക്കുകയാണെങ്കിൽ 7 - 0 0 കുറയ്ക്കുകയാണെങ്കിൽ, അതേപോലെ 0 കൂട്ടുകയാണെങ്കിലും 0 കൂട്ടുകയാണ്, രണ്ടും ഒരേ ആൻസറാണ്. 7 ആയിരിക്കും, ഇവിടെയും 7 ആയിരിക്കും. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. 0 നമ്മൾ മലയാളത്തിൽ 0 എന്ന് പറയും. നമ്മൾ ഏത് സംഖ്യയുടെ കൂടെയും അതേ സംഖ്യനെ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ 0 കിട്ടുന്നത്, 0 കിട്ടുന്നത്. 0-ൽ നിന്നും 0 കുറച്ചാലും 0 കിട്ടുന്നത്. അതേപോലെ തന്നെ 7-ൽ നിന്ന് 7 കുറച്ചാലും 0 കിട്ടും. അതേപോലെ തന്നെ 7-ൽ നിന്ന് 0 കുറച്ചാൽ 7 കിട്ടുള്ളൂ. ഓക്കെ, ഒരേ സെയിം ആയിട്ടുള്ള ഒരു സംഖ്യ കുറച്ചാലാണ് നമുക്ക് 0 കിട്ടുന്നത്. ഇത് 7 - 0. അപ്പം ഏത് സംഖ്യയുടെ കൂടെയും 0 കൂട്ടിയാലോ കുറച്ചാലോ ആ സംഖ്യ തന്നെ കിട്ടും. 0യ്ക്ക് അവിടെ ഒരു സ്ഥാനമില്ല. അപ്പം നമ്മുടെ ഒരു സംഖ്യയുടെ കൂടെ ഇവിടെ നമ്മൾ 1 എന്ന് എഴുതാണ്, ഇവിടെ ഒരു 0 എടുത്താലോ, അത് 10ൻ്റെ സ്ഥാനമാണ്. 10. ഒരു 0 കൂടെ കൊടുത്താലോ 100ൻ്റെ സ്ഥാനം. വീണ്ടും ഒരു 0 കൂടെ കൊടുത്താലോ 1000. വീണ്ടും ഒരു 0 കൂടെ കൊടുത്താലോ 10,000. വീണ്ടും ഒരു 0 കൂടെ കൊടുത്താലോ 1,00,000. വീണ്ടും ഒരു 0 കൂടെ കൊടുത്താലോ 10,00,000. വീണ്ടും ഒരു 0 കൂടെ കൊടുത്താലോ 1,00,00,000. അതെങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? നമ്മൾ ഡിജിറ്റ് നമ്പർ എന്ന് പറയും. ഇതിന് ഡിജിറ്റ് നമ്പർ എന്ന് കൊടുക്കാം. എന്താണ് ഇത്? ഒറ്റ സംഖ്യ 1 ഡിജിറ്റ് നമ്പർ. ഇത് 10ാമത്തെ സ്ഥാനത്താണ് ഇത് വരുന്നത്. 10ൻ്റെ സ്ഥാനം വരും. അപ്പോൾ ഇത് 100ൻ്റെ സ്ഥാനം. ഓരോന്നിനും 100. ഇത് 100ൻ്റെ സ്ഥാനം, ഇത് 1000ൻ്റെ സ്ഥാനം, ഇത് 10,000ൻ്റെ സ്ഥാനം, ഇത് 1,00,000ൻ്റെ സ്ഥാനം, ഇത് 10,00,000ൻ്റെ സ്ഥാനം, ഇത് 1,00,00,000. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഹീറോ അല്ലേ? ഇനി അടുത്തതായി നമുക്ക് ഒരു സംഖ്യ കൂടെ കൂട്ടി നോക്കാം. 7 +
2. എത്രയാണ്? എങ്ങനെയാണ് നമ്മൾ 7ഉം 2ഉം കൂടെ കൂട്ടുന്നത്? ഈ വലിയ സംഖ്യ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഈ ചെറിയ സംഖ്യ നമ്മൾ വിരലിലെടുക്കുക. അപ്പം മൈൻഡിൽ വെച്ചതിൻ്റെ കൂടെ 7, 8, 9 9 കിട്ടും. അതിൽ വീണ്ടും ഒരു സംഖ്യയോടെ നമുക്ക് കൂട്ടി നോക്കാം. വീണ്ടും നമുക്ക് 7ഉം 7ഉം കൂട്ടി നോക്കാം. 7 + 7 7 + 7 ആകുമ്പോൾ എത്രയാണ്? 7 + 7. അപ്പോൾ 7 മൈൻഡിൽ വയ്ക്കുക. നമ്മുടെ വിരലിൽ 2 എടുക്കുക. അപ്പോൾ എന്താണ് എടുക്കാൻ പോകുന്നത്? 7 നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്തു. 7 അത് 8, 9, 10, 11, 12, 13, 14. അപ്പോൾ 14 ആണ് എൻ്റെ ആൻസർ. ടീച്ചർ 7 കല്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 7 സ്റ്റോൺസ്. ഈ സ്റ്റോൺസ് കൊണ്ടുവന്നിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7. അപ്പോൾ നമ്മൾ 7 + 7 ആണ് നമ്മൾ ഇപ്പോൾ കൂട്ടിയത്. അതെങ്ങനെയെന്ന് വെച്ചാൽ ടീച്ചർ ഈ 7 മൈൻഡിൽ വെച്ചിട്ട് ഈ 7 നമ്മൾ വിരലിലെടുത്തില്ലേ, അല്ലാതെ നമുക്ക് കല്ലുകൾ വെച്ചും എണ്ണാൻ പറ്റും. അപ്പോൾ 7 in mind and 7 in the over the paper. Look here. 7, 8, 9, 10, 11, 12, 13, 14. മനസ്സിലായോ? ഇനി ഇതുപോലെ മുത്തുകളെല്ലാം വെച്ച് നമുക്ക് എണ്ണാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് 14 കിട്ടിയത്. അടുത്ത് വേറൊരു സംഖ്യ കൂട്ടി കാണിച്ചു തരാം. 2 + 2. 2 in your mind. 2 നോക്കൂ, 2 കല്ലുകൾ ടീച്ചർ എടുത്തിട്ടുണ്ട്. 2 മൈൻഡിൽ വെച്ചിട്ട് 2 എടുക്കുക. ഒന്ന് വിരലിലെടുക്കാൻ പറ്റും, 2 വിരലിലെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കല്ലുകൾ എടുക്കുക. 2, 3, 4 അല്ലേ? അല്ലെങ്കിൽ ഈ വിരലിലെടുത്തില്ലെങ്കിൽ നമ്മൾ മൈൻഡിൽ നിന്ന് 2 എടുക്കുക. 2, 3, 4. ആൻസർ ഈസ് 4. മനസ്സിലായോ? നമ്മൾ എത്ര 0 കൂട്ടിയാലും ഒരു 1, 2, 3, 4, 5 എത്ര 0 നമ്മൾ കൂട്ടിയാലും അതിനൊരു സംഖ്യയില്ല. അത് എന്താണ്? എത്ര 0 നമ്മൾ കൂട്ടിയാലും ഒരു 0 മാത്രമേ കിട്ടുള്ളൂ. മനസ്സിലായോ? പക്ഷേ സംഖ്യ ഇതിപ്പോൾ 1, 2, 3, 4, 5, 6, 7 എഴുതി. പക്ഷെ 7 0 ആണെങ്കിലും 7 എഴുതാൻ പറ്റില്ല. ഒരു 0 എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ 1 വെച്ച് എഴുതുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 7 ആണ്. മനസ്സിലായോ? 1നെ നമ്മൾ എങ്ങനെ പറയും? ഈ 1 എന്ന് പറയും. നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ അസെൻഡിങ് ഓർഡറിൽ പറയുമ്പോൾ 1 എന്ന് പറഞ്ഞാൽ ഈ 1 ആണ്. 2 എന്ന് പറഞ്ഞാൽ ഈ 2, 1, 2. നമ്മളതിന് വേറൊരു പേരുണ്ട്, 2. അടുത്ത് 1, 2, 3. 3യെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, 3. അടുത്ത് 1, 2, 3, 4. 4നെ എങ്ങനെ പറയും? 4നെ ഇങ്ങനെ എഴുതും, 4. അടുത്ത് 1, 2, 3, 4, 5. ഈ 5നെയാണ് നമ്മൾ ഇങ്ങനെ എഴുതി കാണിക്കുന്നത് അല്ലേ, 5. അടുത്ത് 1, 2, 3, 4, 5, 6. കണ്ടോ? 6. അടുത്ത് 1, 2, 3, 4, 5, 6, 7. അപ്പോൾ ഇത്രയായി 7 ആയി അല്ലേ?
7 കണ്ടോ? നമ്മൾ ഏത് സംഖ്യയുടെ കൂടെയും 1 കൂടെ കൂട്ടിയാൽ തൊട്ടടുത്ത സംഖ്യയാണ് കിട്ടുന്നത്. ഏത് സംഖ്യയുടെ കൂടെയും 1 കൂട്ടിയാൽ തൊട്ടടുത്ത സംഖ്യ കിട്ടും. 1നോട് ഈ 1 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 2. ഈ 2നോട് ഒരു 1 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? +1 ആകുമ്പോൾ എത്ര കിട്ടും? 3. അങ്ങനെയാണ് ഓരോ സംഖ്യയുടെ കൂടെ. അപ്പോൾ ഏത് സംഖ്യ നമ്മൾ 100 1 കൂട്ടിയാലും 101, 3യുടെ കൂടെ 1 കൂട്ടിയാൽ 4 കിട്ടും, 10ൻ്റെ 1 കൂട്ടിയാൽ 11 കിട്ടും, 20യുടെ കൂടെ 1 കൂട്ടിയാൽ 21 കിട്ടും. തൊട്ടടുത്ത സംഖ്യയാണ് നമുക്ക് 1 കൂട്ടിയാൽ കിട്ടുന്നത്. പക്ഷേ 0 കൂട്ടിയാൽ അതേ സംഖ്യ സെയിം സംഖ്യ തന്നെ കിട്ടും, വേറെ മാറ്റം വരുന്നില്ല. പക്ഷേ 0 ഈ 1ൻ്റെ കൂടെ ഈ 0 ഫ്രണ്ടിലാണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും? അത് 10 ആവും. മനസ്സിലായോ? അപ്പം സംഖ്യയുടെ സ്ഥാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒരു 4, 7, 8 ഇതിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 1, 10, 100. അപ്പോൾ ഇത് 8ൻ്റെ സ്ഥാനത്തും 8 സിംഗിൾ 1ൻ്റെ സ്ഥാനത്തും 7 10ൻ്റെ സ്ഥാനത്തും 4 100ൻ്റെ സ്ഥാനത്തുമാണ്, 100ൻ്റെ സ്ഥാനത്തുമാണ് ഉള്ളത്. അപ്പോൾ 478. മനസ്സിലായോ? ഇനി അടുത്ത ഒരു കണക്കുമായി ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.